എ.ടി.എം കാർഡ് നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ എടുക്കാൻ മറന്നു പോവുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് തന്നെ കാശ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള വഴിയായിട്ട് എല്ലാ ബാങ്കുകാരും ഇപ്പോൾ തരുന്ന ഒരു ഓപ്ഷനാണ് ഈ കാർഡ്ലെസ് ആയിട്ടുള്ള നമ്മുടെ കാശ് വിഡ്രോവൽ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഇപ്പോൾ SBI ആയതുകൊണ്ട് ഞാൻ SBIയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ബാക്കിയുള്ള ബാങ്കുകാർക്കും വളരെ സിമ്പിളായിട്ട് ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. SBIയിലാകുമ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം യോനോയുടെ SBI ആപ്ലിക്കേഷൻ ആണ്. നിങ്ങളിത് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ SBI അക്കൗണ്ട് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്ലിക്കേഷൻ, നമ്മുടെ ബാങ്കിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈലിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് നല്ലതാണ്, നമുക്ക് എപ്പോഴും ആവശ്യം വന്നേക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളത് എടുത്ത ശേഷം അതിൻ്റെ ലോഗിൻ കൊടുക്കുമ്പോൾ നമ്മൾ എം പിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ യൂസർ ഐഡിയും പാസ്വേഡും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ, ബാങ്കുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ മാത്രം കയ്യിലുണ്ടായാൽ മതി. അതിനുശേഷം നമ്മൾ ആ എം.പിൻ കൊടുത്തിട്ട് നമ്മുടെ പിന്നെ ഏതാണോ ആ നമ്പർ കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ യോനോ പേ അക്കൗണ്ട്, നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെ എല്ലാം നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ടും മറ്റുള്ളവർക്ക് പൈസ അയച്ചു കൊടുക്കാനും എല്ലാത്തിനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്നവരായിരിക്കാം ചിലപ്പോൾ. അതിൽ എടുക്കേണ്ടത് യോനോ ക്യാഷ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. അവിടെ വരുമ്പോൾ നമുക്ക് ATM വിഡ്രോ മണി ഫ്രം SBI ATM വിത്ത് ട്രാൻസാക്ഷൻ ലിമിറ്റ് 20,000, ഒരു ദിവസം 20,000 രൂപ ആണ് നമുക്ക് മാക്സിമം ഇതിനകത്ത് നിന്ന് എടുക്കാൻ കഴിയുക. അപ്പോൾ ATMൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എടുക്കേണ്ട എമൗണ്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് വിഡ്രോ ചെയ്യേണ്ടത് എന്നുള്ള എമൗണ്ട് കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ വെറുതെ 500 രൂപ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഡെലിവറി ചാനൽ ATM ആയിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ ATM എന്നാണ് എടുക്കുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് നമ്മൾ ഈ എടുക്കുന്ന ആളിന് പറഞ്ഞു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു പിൻ നമ്പറാണ്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം ഐ അഗ്രി കൊടുത്ത് കൺഫേം കൊടുക്കുക. വന്നിരിക്കുന്ന മെസ്സേജ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണിക്കൂറിനകത്ത് ഈ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത പിന്നൊക്കെ ഇൻവാലിഡ് ആവുന്നതാണ്. അപ്പോൾ അതിനകത്ത് 4 മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിയറസ്റ്റ് ക്യാഷ് പോയിന്റ് കാണിച്ചു തരുന്ന ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുള്ള ATM സെൻറ്റർ കാണാനായിട്ട് സാധിക്കും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ അവിടെ പോയിട്ട് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ടാവും, ഒരു OTP കൂടി വന്നിട്ടുണ്ടാവും. ആ നമ്പറും പിന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പിൻ നമ്പറും മാത്രം മതി. നിങ്ങൾ ഏത് ATMൽ, ഇപ്പോൾ SBIയുടെ ഏത് ATMൽ പോയി കഴിഞ്ഞാൽ SBIയിലാണ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് കാശ് എടുക്കാനായിട്ട് സാധിക്കും. ATM സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഫ്രണ്ടിൽ യോനോ ക്യാഷ് എന്നും പറഞ്ഞിട്ട് ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു സിമ്പിൾ കാണും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ നമ്പർ ചോദിക്കും, നമ്മുടെ മെസ്സേജ് വഴി വന്നത്. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം എസ് കൊടുക്കുക. അതിനുശേഷം നമ്മളവിടെ കൊടുത്ത എമൗണ്ടാണ് കൊടുക്കേണ്ടത്. 500 നമ്മൾ നേരത്തെ കൊടുത്തത്. അപ്പോൾ ആ എമൗണ്ട് നമ്മളിവിടെ കൊടുക്കുക, എസ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷനിൽ ആദ്യം ക്രിയേറ്റ് ചെയ്ത പിൻ നമ്പറാണ് ഇവിടെ ചോദിക്കുന്നത്. നമ്മൾ 6 ഡിജിറ്റ് പിൻ നമ്പറിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. ആ നമ്പറാണ് അവസാനമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അതോടുകൂടി നമ്മുടെ ട്രാൻസാക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയും കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഗാന്ധിജി നമ്മുടെ കയ്യിലിരുന്ന് ചിരിക്കുന്നതാണ്. ടെക്നോളജി ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുന്നെങ്കിലും നമുക്ക് പല കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് നമ്മൾ പല സാഹചര്യങ്ങളിലും പെട്ടുപോയി എന്ന് ചിന്തിക്കുന്നത്. എല്ലാ സാഹചര്യങ്ങളിലും ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്നല്ല പറയുന്നത്. എന്നാൽ പല സാഹചര്യങ്ങളിലും ഇതുപോലെ നമ്മളെ ടെക്നോളജി സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കൂടെ ചെയ്യാനും മറക്കാതിരിക്കുക.